ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒരു വരി ഉരുവിട്ടാൽ ശിവഭഗവാൻ നിങ്ങൾക്ക് എന്തും സാധിച്ചു തരും. ധനമാണെങ്കിൽ ധനം ആവശ്യപ്പെടുകയാണെങ്കിൽ അളവറ്റ ധനം, സമ്പത്ത്, അതുപോലെ അധികാരം ആണെങ്കിൽ അധികാരം, പ്രശസ്തിയാണ് പ്രശസ്തി എന്ന് വേണ്ട എന്തും ഭഗവാൻ സാധിച്ചു തരുന്ന ഒരു രഹസ്യവിദ്യയാണ് ഇത്. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല, ആരും ഒരിക്കലും ഇതുവരെ പറഞ്ഞു തരാത്ത കാര്യമാണ്. അപ്പോൾ അത് ഭഗവാന്റെ ഒരു മന്ത്രവും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ ഞാൻ പറയുന്ന ഒരു വരിയും കൂടെ ഉരുവിടണം. അതൊരു പ്രത്യേക രീതിയിലാണ്, ആർക്കും ചെയ്യാം. ഇതിന് ചര്യ, നിഷ്ഠ അല്ലെങ്കിൽ ഒരു നിഷ്ഠകളുമില്ല, ആർക്കും ചെയ്യാം. ശരിയായിട്ട് ചെയ്തവർക്കെല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് വേറെ ആരും ഒരിടത്തൊന്നും കിട്ടത്തില്ല. ഇത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്നതാണെന്ന് വിചാരിച്ചാൽ മതി. അതുപോലെയുള്ള രഹസ്യവിദ്യയാണ്. ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കുക, അത് നിങ്ങൾ അനുഭവത്തിൽ മനസ്സിലാക്കുക. വേറൊന്നും എനിക്ക് പറയാനില്ല, അത്ര അത്ഭുത വിദ്യയാണ്. അപ്പോൾ എന്തും ഭഗവാൻ സാധിച്ചു തരുന്നതാണ്. അത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും. പിന്നെ ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതും വളരെ കുറച്ച് വർക്കുകൾ എടുക്കുന്നുള്ളൂ. കാരണം ഒരുപാട് മെസ്സേജുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പറ്റുന്ന അത്രയും നന്നായിട്ട് ചെയ്തു കൊടുക്കുക, അത്രയും ഉദ്ദേശിക്കുന്നു. അതെല്ലാം കൂടെ ചെയ്യുന്ന അത്ര നന്നായിട്ട് ചെയ്യുക, അതാണ് എൻ്റെ ഒരു രീതി. അതെനിക്കൊരു സംതൃപ്തി കിട്ടണം. അധികം സമയമെടുത്താണ് ചെയ്യുന്നത്. ഒരാൾക്ക് രക്ഷപ്പെടാനുള്ള വഴികളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏതറ്റം വരെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ വിശകലനം ചെയ്ത് പറഞ്ഞു കൊടുക്കും. ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറയുന്നത്. അതുപോലെ സ്വയം ചൊല്ലേണ്ട മന്ത്രങ്ങളും ആ മന്ത്രങ്ങൾ ചൊല്ലേണ്ട ക്രമവും അതിൻ്റെ രീതിയും, പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവൻ ദേവത, ക്ഷേത്രത്തിൽ ഏതൊക്കെ ദിവസം വഴിപാട് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, അതിൻ്റെ പുറകിലുള്ള രഹസ്യങ്ങൾ, ശരനൂൽ വിദ്യ എന്ന് വേണ്ട. ശരനൂൽ വിദ്യ എന്ന് പറഞ്ഞാൽ രഹസ്യ ശാസ്ത്രവിദ്യ. അത് ഏതൊരാൾക്കും ചെയ്യാവുന്ന ലളിതമായ കാര്യം. കൃഷ്ണൻ്റെ രഹസ്യവിദ്യകൾ, ഭദ്രകാളിയുടെ ചില രഹസ്യമായ വിദ്യകൾ എന്ന് വെച്ചാൽ നല്ല പ്രാർത്ഥനകൾ, ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ നല്ല കാര്യങ്ങളാണല്ലോ. ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാതെ ചെയ്യാതിരിക്കുക. ക്ഷേത്രത്തിലേക്കുള്ള വഴിപാടുകളായിരിക്കും മുഴുവൻ പറയുന്നത്, നല്ല രീതിയിലുള്ള. പിന്നെ നല്ല പ്രാർത്ഥനകളും. ഭദ്രകാളി വിദ്യ എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ കുളിച്ചീറനോടെ ചെയ്യേണ്ട ഒരു നല്ല പ്രാർത്ഥന മാത്രമാണ്, അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. അങ്ങനെയുള്ള കൃഷ്ണൻ്റെ ആണെങ്കിൽ ശ്വാസത്തെ ഭഗവാന്റെ നാമം കൂട്ടി ഒരു പ്രത്യേക രീതി ജപിക്കുക, അതാണ് ആ വിദ്യ. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളല്ല. അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, എല്ലാവർക്കും മറുപടി കൊടുക്കാൻ പറ്റത്തില്ല, എല്ലാവരെയും നോക്കാനും പറ്റത്തില്ല. അപ്പോൾ കുറച്ച് മെസ്സേജ് ചെയ്യും, അത് പറ്റുന്നവർ എങ്ങനെ ചെയ്യുന്നു പറയും. കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, കാരണം ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് വാട്സപ്പിൽ വർക്കുകൾ തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ട് നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല. വാട്സപ്പിൽ തന്നെ എപ്പോഴും വർക്കുകൾ ഉണ്ടാകും, അതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. മനസ്സിലാക്കുക സാഹചര്യം. പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, എപ്പോഴും ഞാൻ വർക്കിൽ തന്നെ ആയിരിക്കും. സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആളുകളുണ്ടാകും, അവർക്ക് വേണ്ടി പറയുന്നതാണ്. അങ്ങനെ മനസ്സിലാക്കുക. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. എൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ ശിവനിൽ നിന്നും ശിവനിലേക്കുള്ള ആ മനസ്സുകൊണ്ടുള്ള ആ പ്രാർത്ഥന കൊണ്ടുള്ള യാത്രയാണ്. ദ വേ ഫ്രം ദ വേ ടു ശിവ, ദ വേ ഫ്രം ശിവ ദ വേ ടു ശിവ, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. ഇതുപോലെ ശിവഭഗവാന്റെ അല്ല, എല്ലാ ദേവതകളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ, അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ വൈകിട്ട് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ കിടക്കപ്പായ കിടന്നു എന്ന് വിചാരിക്കുക. ഇത് ആർക്കും ചെയ്യാം, ദമ്പതിമാർക്കും ആർക്കും ചെയ്യാൻ. ചര്യാനിഷ്ഠ ഒന്നുമില്ല. ശിവൻ എന്ന് പറഞ്ഞാൽ ശുദ്ധിക്കും അശുദ്ധിക്കും അപ്പുറത്ത് നിൽക്കുന്നതാണ്. ഭഗവാന് ശുദ്ധി അശുദ്ധി ഒന്നുമില്ല, അതിനപ്പുറത്ത് നിൽക്കുന്ന ബോധമാണ്, ആ പ്രപഞ്ച ശക്തിയാണ്, ശുദ്ധബോധമാണ് ശിവൻ. അപ്പോൾ നിങ്ങൾ കിടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടത് സൈഡിലേക്ക് ഒന്ന്
ഇടത് സൈഡിലേക്കൊന്ന് തിരിഞ്ഞ് കിടക്കുക. അത് ഒരു സെക്കൻഡ് അല്ലെ ഒരു മിനിറ്റ് അങ്ങനെ ഒന്ന് കിടക്കുക. ഇടത് സൈഡ് ചെരിഞ്ഞ്, മനസ്സിലായില്ലേ? നിങ്ങളുടെ ഇടത്ത് തോളിൻ്റെ ഭാഗം ഒന്ന് ചെരിച്ച് ഇടത് സൈഡ് ചെരിഞ്ഞ് ഇടത്തോട്ട് ചെരിഞ്ഞൊന്ന് കിടക്കുക. എന്നിട്ട് നിങ്ങൾ വീണ്ടും ഇടത്തോട്ട് ചെരിഞ്ഞ് ഒന്ന് കിടന്നിട്ട് ആ കിടപ്പിൽ തന്നെ ഓം നമ ശിവായ എന്ന് മനസ്സിൽ ജപിക്കുക. രഹസ്യവിദ്യയാണ്. ഒരു തവണ ജപിച്ചാൽ മതി, ഓം നമ ശിവായ. എന്നിട്ട് നേരെ കിടന്നിട്ട് ഒന്നുകൂടി ഓം നമ ശിവായ എന്ന് ജപിക്കുക മനസ്സിൽ. വീണ്ടും ഒരു തവണ കൂടെ ഓം നമ ശിവായ എന്ന് ജപിക്കുക. മൂന്നാമത്തെ തവണ ഓം നമ ശിവായ എന്ന് ജപിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് നോക്കി വേണം ദൃഷ്ടി. ജസ്റ്റ് ഇങ്ങനെ കിടന്നുകൊണ്ടൊന്ന് മുകളിലേക്ക് നോക്കി വേണം മൂന്നാമത്തെ തവണ ജപിക്കുമ്പോൾ. ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് നോക്കിയാൽ മതി കിടന്നുകൊണ്ട്. ഇങ്ങനെ ഒന്ന് പുറകോട്ട് മുകളിലേക്ക് ബലമൊന്നും പിടിക്കണം. സാധാരണ രീതിയിൽ കിടന്ന് ഇങ്ങനെ ജസ്റ്റ് മുകളിലേക്കൊന്ന് നോക്കുക, ആ അന്തരീക്ഷത്തിലേക്ക്. ഓം നമ ശിവായ. ഇരുട്ടാണേലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്ത് ചെയ്യാം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഞാനീ പറയുന്ന ഒരു വരി: ഭഗവാനെ, ശിവഭഗവാനെ, പരമേശ്വര, എൻ്റെ ഏതെങ്കിലും അത്യാവശ്യം വേണ്ട ഒരു കാര്യം പറയുക. ഒരു കാര്യം, അതെന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് സാധിക്കാനുള്ള ഒരു കാര്യം. ഭഗവാനെ, ഈ കാര്യം എനിക്ക് സാധിച്ചു കിട്ടിയിരുന്ന വലിയ ഉപകാരമായിരുന്നു, അങ്ങനെ പറയാവുള്ളൂ. സാധിക്കണമെന്ന് ഉറപ്പായിട്ട് പറയരുത്, അങ്ങനെയൊന്നും പറയരുത്. സാധിച്ചു കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളുടെ കാര്യം എന്താണോ അത് മനസ്സിൽ പറഞ്ഞിട്ട്, ഇത് സാധിച്ചു കിട്ടിയിരുന്ന ഭഗവാനെ, പരമേശ്വര, വലിയ ഉപകാരമായിരുന്നു. ഭഗവാനെ, ഞാൻ അങ്ങയിൽ സമർപ്പിക്കുന്നു. അങ്ങയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഭഗവാനെ, അവിടുത്തേക്ക് എല്ലാം എനിക്ക് അവിടെ നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി എന്ന് മനസ്സിൽ 3 പ്രാവശ്യം പറയുക. എന്നിട്ട് പിന്നെ കിടന്നുറങ്ങുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഈ വരി ഇതുപോലെ എഴുതിയെടുത്ത് പ്രാർത്ഥിക്കണം. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണേലും ഭഗവാനോട് ആവശ്യപ്പെടാം. ധനമാണേലും സമ്പത്താണേലും അധികാരമാണേലും വശ്യമാണേലും അല്ലെങ്കിൽ നല്ല കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്തും. നിങ്ങൾക്കിപ്പോൾ നാളെ ഒരു കാര്യം സാധിക്കണം, ഭഗവാനെ എനിക്കത് ഒരു അനുകൂലമായിട്ട് വരണേ, എന്ത് വേണേലും പറയാം. ഒരു കാര്യം പറയുക, എന്നിട്ട് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ഭഗവാന് നന്ദിയും കൂടെ പറയുക. ഞാൻ ആ പറഞ്ഞ രീതി വരികൾ മനസ്സിൽ പറയുക, അത് എഴുതിയെടുത്ത് പറയുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്, കിടന്നങ്ങ് ഉറങ്ങിയേക്കണം. പിന്നെ ചിന്തിച്ചാൽ അത് ബലം കിട്ടാൻ തടസ്സം ഉണ്ടാകും കേട്ടോ. ഇത് നിങ്ങൾ ദിവസവും രാത്രി ചെയ്യുക. ഇപ്പം ചിലർക്ക് ചിലപ്പം ആദ്യം ചെയ്യുമ്പോൾ തന്നെ ഫലം ഉണ്ടാകും. ചിലർക്ക് ചിലപ്പോൾ ഒരു ദിവസം ചെയ്തുകൊണ്ട് പിറ്റേ ദിവസം ചിലപ്പോൾ ഫലം ഉണ്ടാകണമെന്നില്ല. കാരണം എന്താണെന്നറിയോ? അവരുടെ മനസ്സിൽ എങ്ങനെ കളിച്ചാലും കുറച്ച് സംശയം കാണും. അതുകൊണ്ടാണ്. അങ്ങനെയുള്ളവർ പല ദിവസവും ഇത് ചെയ്ത് കഴിയുമ്പോൾ അവർക്കത് വശപ്പെടും. പറഞ്ഞാൽ മനസ്സിലാകും. എന്തായാലും ശരിയായിട്ട് ചെയ്താൽ ഫലം കിട്ടും. ശരിയായിട്ട് ചെയ്തവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട്. ശരിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഈ പ്രാർത്ഥന കഴിഞ്ഞ് മനസ്സിൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. സംശയം വന്നാൽ അത് ഫലം കിട്ടാൻ തടസ്സമാണ്. അപ്പം നിങ്ങൾ ഭഗവാനുള്ള നിങ്ങളുടെ ഭക്തി പൂർണ്ണമായിരിക്കണം. ഉറപ്പായിട്ടും ഭഗവാന് ഏത് കാര്യവും സാധിച്ചു വരും. നിങ്ങൾക്ക് ന്യായമായി സത്യസന്ധമായി കിട്ടേണ്ട സാധ്യമായ ഏത് കാര്യവും, നിങ്ങൾക്ക് തടസ്സപ്പെട്ട് നിൽക്കുന്ന സാധ്യമായ ഏത് കാര്യം ഭഗവാൻ സാധിച്ചു വരും. ഭഗവാനോട് അതുപോലെ വിശ്വാസം വേണം കേട്ടോ. ഇത് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ എങ്ങനെയാണ് ഇത് നടക്കുന്നതെന്ന്, എങ്ങനെ നടക്കും, ഇങ്ങനെ പറഞ്ഞാൽ ഉണ്ടെങ്കിൽ നാളെ നടക്കുവാണോ, അങ്ങനെയൊക്കെ മനസ്സിലൊരു തരി പോലും സംശയം ഉണ്ടെങ്കിൽ അതിന് തടസ്സം വരും. അപ്പോൾ ഏത് കാര്യവും ദിവസവും ഇങ്ങനെ ചെയ്യുക. അവസാനം ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചെയ്താൽ മതി. നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാണെങ്കിൽ ഭഗവാൻ നിങ്ങൾക്ക് എന്തും സാധിച്ചു തരും. ഇതൊരു രഹസ്യവിദ്യയാണ്. ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുക. ഇനി ഇതിൻ്റെ പുറകിലുള്ള ചില രഹസ്യങ്ങൾ പറയാം. ഓം നമ ശിവായ എന്ന മന്ത്രം, അതിനപ്പുറത്ത് യാതൊന്നുമില്ല. അതെന്തുകൊണ്ടാണ് ഓം നമ ശിവായ എന്ന മന്ത്രം അത്ര വലിയ മന്ത്രമാകുന്നത്? ആ മന്ത്രം നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലെ ശക്തിയാണ്, നിങ്ങളുടെ വെളിയിലെ ശക്തിയാണ്, നിങ്ങളുടെ ഉള്ളിലെ പ്രപഞ്ചമാണ്, നിങ്ങളുടെ വെളിയിലെ പ്രപഞ്ചമാണ്. നിങ്ങൾ തന്നെയാണ് ആ മന്ത്രം. നിങ്ങളുടെ ഉള്ളിലെ ബോധമാണ്. അതാണ് ശിവൻ. നമശിവായിലെ ഭൂമി എന്ന ഭൂതത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. മാ ജലത്തെ പ്രതിനിധീകരിക്കുന്നു. ശി അഗ്നിയെ പ്രതിനിധീകരിക്കുന്നു. വായുവിനെ പ്രതിനിധീകരിക്കുന്നു. യാ ആകാശത്തെ പ്രതിനിധീകരിക്കുന്നു. പഞ്ചഭൂതങ്ങളെയുമാണ് ഈ ഓരോ അക്ഷരവും. ന മ ശി വാ യ. ഈ ഓരോ അക്ഷരവും പഞ്ചഭൂതങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നതല്ല, പഞ്ചഭൂതങ്ങളെ തന്നെയാണ് സ്വാധീനിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഉള്ളിൽ പഞ്ചഭൂതങ്ങളുണ്ട് അല്ലേ? ജലമുണ്ട് നമ്മുടെ ശരീരത്തിനുള്ളിൽ, അഗ്നിയുണ്ട് ചൂട് വരുമ്പം, സ്പേസ് ഉണ്ട് ആകാശം നമ്മുടെ ശരീരത്തിനുള്ളിൽ.
അപ്പം നമ്മുടെ ശരീരത്തിലുള്ള അസ്ഥി, ഭൂമിഭൂതം, അസ്ഥി, മജ്ജ, അല്ലെ നമ്മുടെ ശരീരത്തിലെ ഈ മാംസം, ഇതൊക്കെ, പിന്നെ അപ്പം വായു നമ്മുടെ ശരീരത്തിലുണ്ട്. പഞ്ചഭൂതങ്ങളും നമ്മുടെ ശരീരത്തിനുള്ളിലും ഉണ്ട്. നിങ്ങളുടെ വെളിയിലുള്ള പ്രപഞ്ചം നിങ്ങളുടെ ഉള്ളിലുമുണ്ട്. അപ്പം ഈ ഉള്ളിലുള്ള പഞ്ചഭൂതങ്ങളെയും അതായത് ഞാൻ ആ ഓം നമ ശിവായ, ശിവനെ ഞാൻ നമിക്കുന്നു. ശിവൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള പഞ്ചഭൂതങ്ങൾ തന്നെയാണ്. അതുപോലെ നിങ്ങൾ ഓം നമ ശിവായ ജപിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വെളിയിലുള്ള പ്രപഞ്ചത്തെയും, ഈ പ്രപഞ്ചം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്, ആ പ്രപഞ്ചത്തെ ഞാൻ വന്ദിക്കുന്നു. അപ്പം എൻ്റെ ഉള്ളിലുള്ള പ്രപഞ്ചത്തെയും എൻ്റെ വെളിയിലുള്ള പ്രപഞ്ചത്തെയും ഞാൻ വന്ദിക്കുന്നു. അത് ശിവൻ തന്നെയാണ്. അങ്ങനെ ചിന്തിച്ച് ഓം നമ ശിവായ ജപിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം അപ്പോഴേ ഉണ്ടായി വരും. ഒരു കാര്യം അറിഞ്ഞു ചെയ്താൽ, ചെയ്യുന്നതും അറിയാതെ ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. അജഗജാന്തരം വ്യത്യാസമുണ്ട്. അജം എന്ന് വെച്ചാൽ ആട്, ഗജം എന്ന് വെച്ചാൽ ആന. ആനയെ ആടും പോലുള്ള വ്യത്യാസമുണ്ട്. അജഗജാന്തരം വ്യത്യാസമുണ്ട്. ഒരു കാര്യം അറിഞ്ഞു ചെയ്യുന്നതും അറിയാതെ ചെയ്യുന്നതും. അപ്പോൾ ഈ ഓം നമഃ ശിവായയുടെ ശക്തി അറിഞ്ഞ് നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ ഭഗവാനെ നിങ്ങൾ അറിയും. നിങ്ങളുടെ ഉള്ളിലുള്ള ശുദ്ധബോധത്തെ നിങ്ങൾ അറിയും. നിങ്ങൾ ഏത് പ്രപഞ്ചത്തിലാണോ ആ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ, നിങ്ങളുടെ ഉള്ളിലുള്ള ഭഗവാനെ, എല്ലാം ഒന്ന് തന്നെയാണ്. ആ ഭഗവാനിൽ മുഴുകിയിരിക്കും നിങ്ങൾ. അങ്ങനെ ഓം നമഃ ശിവായ ജപിക്കുമ്പോഴാണ് ശിവൻ ഒരു അനുഭവമാകുന്നത്. ശിവൻ എനർജിയാണ്. പഞ്ചഭൂതങ്ങൾ അടങ്ങിയിരിക്കുന്ന എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള പ്രപഞ്ചത്തിലും നിങ്ങളുടെ വെളിയിലുള്ള പ്രപഞ്ചത്തിലും ആ പഞ്ചഭൂതങ്ങളെല്ലാം എനർജി ബേസാണ്. ആ എനർജിയായിട്ട് ഭഗവാനെ അറിയുമ്പോഴാണ് അൾട്ടിമേറ്റായിട്ടുള്ള ബോധം ഉണ്ടായി വരുന്നത്. ഈശ്വരബോധം, ശിവബോധം ഉണ്ടായി വരുന്നത്. ബോധം എന്താണ്? ബോധം പലർക്കും അറിവൊക്കെ കാണും, പക്ഷെ ബോധം കുറവായിരിക്കും. എന്താണ് ബോധം? കോൺഷ്യസ്നസ്. അതായത് ബോധത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ സ്വപ്നം കാണാറുണ്ട്. സ്വപ്നം കാണുമ്പോൾ മനസ്സ് എവിടെല്ലാം പോകും. അങ്ങനെ മനസ്സ് പല കാഴ്ചകൾ കാണും, പല സ്ഥലങ്ങളിൽ പോകും. അപ്പോൾ ഈ മനസ്സിന് ഇങ്ങനെ നമ്മൾ ഉറങ്ങുമ്പോഴും മനസ്സിന് സഞ്ചരിക്കാൻ, അത് ശരിക്കും നമ്മുടെ ബോധമാണ് സഞ്ചരിക്കുന്നത്. അതിന് നമ്മളുടെ അനുമതി വേണ്ട. പറഞ്ഞ മനസ്സിലായി? ഈ ബോധത്തിന് സഞ്ചരിക്കാൻ നമ്മുടെ അനുമതി വേണ്ട. നമ്മൾ ഉറങ്ങുമ്പോഴും മനസ്സ് എവിടെയെങ്കിലും, മനസ്സെന്ന് പറഞ്ഞാൽ ബോധമാകുന്നത്, ആ ബോധത്തിന് നമ്മളുടെ അനുവാദം വേണ്ട. ആ ബോധമാണെല്ലാം. നമ്മുടെ ഉള്ളിലുള്ള ആ ബോധവും പ്രപഞ്ചബോധവും എല്ലാം ഒന്ന് തന്നെയാണ്. ഉള്ളിലുള്ള ശുദ്ധബോധമാണ് ശിവൻ. അപ്പോൾ പഞ്ചഭൂതങ്ങളെ ഞാൻ നമിക്കുന്നു, എൻ്റെ ഉള്ളിലെ ശിവനെ നമിക്കുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ശിവനെ നമിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പഞ്ചഭൂതങ്ങളെ നമിക്കുകയാണ്. ആ പഞ്ചഭൂതങ്ങളെ നമിക്കുമ്പോൾ ആ ബോധത്തെ തന്നെയാണ് നമ്മൾ നമിക്കുന്നത്. ആ ബോധത്തിലാണ് നമ്മൾ താതാത്മ്യം പ്രാപിക്കുന്നത്. നമ്മുടെ ഉള്ളിലും പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്നതുമായ, നമ്മുടെ ഉള്ളിലും അതോടൊപ്പം നമ്മുടെ ചുറ്റിലും നിറഞ്ഞു നിൽക്കുന്നതായ ആ ബോധത്തിലാണ് മുഴുകിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓം നമഃ ശിവായ മനസ്സിലാക്കി ജപിച്ചാൽ നിങ്ങളുടെ ഉള്ളിലെ, ഇപ്പം നമ്മൾ ഏതൊരു കാര്യത്തെക്കുറിച്ച് അറിവുണ്ടാകുമ്പോൾ, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ ആ കാര്യത്തിനെ കുറിച്ച് നമ്മൾക്ക് കൂടുതൽ ബോധമുണ്ടായി വരും. അത് അറിയുമ്പോഴാണ്, അറിവുണ്ടാകുമ്പോഴാണ് ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ബോധം ഉണ്ടായി വരുന്നത്. അങ്ങനെ ഓം നമഃ ശിവായെക്കുറിച്ച് അറിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ ഈശ്വര ചൈതന്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ബോധമുണ്ടായി വരും. അതിനറിയണം. ആ അറിവിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ബാക്കി നിങ്ങളത് ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് ആ ബോധം ഉണ്ടായി വരുന്നത്. അതുപോലെ തന്നെ ഓം നമഃ ശിവായ ജപിച്ചു കഴിഞ്ഞാൽ നവഗ്രഹങ്ങളുടെ ദോഷങ്ങളും സർവഗ്രഹദോഷങ്ങളും മാറും. ശനിദോഷം, ചൊവ്വാദോഷം, ബുധദോഷം എന്ന് വേണ്ട, സൂര്യൻ്റെ ദോഷം, രാഹുവിൻ്റെ ദോഷം, കേതുവിൻ്റെ ദോഷം എന്ന് വേണ്ട നവഗ്രഹങ്ങളുടെ, ഞാൻ 9 ഗ്രഹങ്ങളുടെ കൊണ്ടുള്ള ഗ്രഹദോഷങ്ങൾ മാറും. അതെന്തുകൊണ്ടാണ് ഗ്രഹദോഷങ്ങൾ മാറുന്നത്? ഗ്രഹങ്ങൾക്ക് നമ്മളെ സ്വാധീനിക്കാൻ പറ്റുന്നത് നമ്മളൊരു ഊർജ രൂപത്തിൽ ആ ഈശ്വരനെ ധ്യാനിച്ചാൽ ഗ്രഹങ്ങൾക്ക് നമ്മളെ സ്വാധീനിക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ ബോധത്തിൽ നമുക്ക് തന്നെ സ്വാധീനം വരുമ്പം നമുക്കാണ് കൂടുതൽ ഈശ്വരീയമായ ശക്തി കൂടിയിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള അവർ ഈശ്വര തുല്യരാണ്. അതാണ് മഹർഷീശ്വരന്മാരും ഒക്കെ. അവർക്ക് അവരുടെ ഉള്ളിലുള്ള ഈശ്വരീയമായ ബോധത്തെ കൂടുതൽ വളർത്തിക്കൊണ്ട് വരുന്നതുകൊണ്ടാണ് അവർ പ്രപഞ്ചത്തെ പോലും സ്വാധീനിക്കുന്നത്.
അതുകൊണ്ടാണ് ഓം നമഃ ശിവായ ശരിയായിട്ട് മനസ്സിലാക്കി ജീവിച്ചാൽ ഗ്രഹദോഷങ്ങൾ ബാധിക്കത്തില്ല, നവഗ്രഹ ദോഷങ്ങളും ബാധിക്കത്തില്ല. കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി, ജന്മശനി, 7 അയൽപക്കത്ത് പോലും വരത്തില്ല. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ മനസ്സിലാക്കണം. ഓം നമഃ ശിവായെക്കുറിച്ച് ആ രഹസ്യങ്ങൾ മനസ്സിലാക്കി ജപിക്കുമ്പോഴാണ്. അപ്പോൾ ഇനിയും നമ്മളെ തന്നെയാണ് ഭഗവാനിൽ സമർപ്പിക്കുന്നത്. ഓം നമഃ ശിവായ ജപിക്കുമ്പോൾ ഞാൻ ശിവനെ നമിക്കുന്നു. അപ്പം ഞാൻ ശിവനെ നമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആവർത്തിച്ച് ഓം നമഃ ശിവായ ചെല്ലുമ്പോൾ ശ്രദ്ധിച്ചു കേട്ടോണം. ഞാൻ ശിവനെ നമിക്കുന്നു എന്നാണ് ഓം നമഃ ശിവായയുടെ അർത്ഥം. അപ്പോൾ ഓം നമഃ ശിവായ കൂടുതൽ ആവർത്തിച്ച് ഇത് ദിവസവും നിങ്ങൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യുമ്പോൾ, ഞാൻ ശിവനെ നമിക്കുന്നു എന്നുള്ളതാണ് മന്ത്രത്തിൻ്റെ അർത്ഥം. പക്ഷേ ഇത് ഒരുപാട് തവണ ചൊല്ലിക്കഴിയുമ്പോൾ ഞാൻ ശിവനെ അറിയുന്നു എന്നൊരനുഭവം ഉണ്ടാവും, ഒരു മാറ്റം ഉണ്ടാവുക, ഒരു ചേഞ്ച് ഉണ്ടാവുക, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുക. ഒരവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക് നിങ്ങളുടെ ബോധം മാറുകയാണ്. ആദ്യം ഓം നമഃ ശിവായ എന്ന് പറഞ്ഞാൽ ഞാൻ ശിവനെ നമിക്കുന്നു. ഇത് ദിവസവും ഇങ്ങനെ നമിച്ചു കഴിയുമ്പോൾ എന്തുണ്ടാവും? ശിവനെ അറിയാൻ തുടങ്ങും. ഈ ശിവനെ അറിയാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം മാറുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ഈശ്വര ചൈതന്യത്തെ, നിങ്ങളിലെ ശിവനെ നിങ്ങൾ അറിയാൻ തുടങ്ങും. ആ നിങ്ങളിലെ ശുദ്ധബോധത്തെ നിങ്ങൾ അറിയാൻ തുടങ്ങുമ്പോൾ പ്രപഞ്ചബോധത്തെ അറിയാൻ തുടങ്ങും. എല്ലാം ഒന്ന് തന്നെയാണ്. ഓം നമഃ ശിവായയുടെ പരമമായ രഹസ്യം പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെയുള്ള രഹസ്യങ്ങൾ, അതായത് ഞാൻ പറഞ്ഞ കിടന്നുറങ്ങാൻ നേരത്തെ ഇടത് സൈഡ് ചെരിഞ്ഞ് ഓം നമഃ ശിവായ ജപിക്കണം. അതൊന്നും ആരും ഒരിക്കലും ഒരിടത്തും നിങ്ങൾക്ക് കിട്ടത്തില്ല. എത്ര വർഷങ്ങൾ ആരുടെ ഗുരുവിൻ്റെ പുറകെ നടന്നാൽ പോലും കിട്ടാത്ത കാര്യമാണ് ഞാനീ പറഞ്ഞിരുന്നത്. കാരണം എൻ്റെ അകവും പുറവും ഓരോ ശ്വാസവും ആ ശിവനാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയോ നാളുകളായിട്ട്. വേറൊരു ചിന്ത എനിക്കില്ല. എൻ്റെ ശ്വാസത്തിൽ മുഴുവൻ ആ ശിവനാമം നിറഞ്ഞു നിൽക്കും. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്നതെന്ന് തന്നെ വിചാരിച്ചു. കിട്ടുന്നത് എത്ര പരമമായ അറിവായി പറഞ്ഞായിരുന്നു. ഇതറിയുന്നവർ ഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ്, ഒരു സംശയവും വേണ്ട. ഭഗവാന്റേത് മാത്രമല്ല, ശിവനെ അറിഞ്ഞാൽ സകല ദേവതകളെ അറിയും, അല്ലെ സകല ദേവതകളെ അറിഞ്ഞാലും ശിവനെ അറിയും. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. പറഞ്ഞു മനസ്സിലാകുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഞാനെന്നുള്ള ഒരു ഭാവം അവിടെ ഇല്ലാതാകുകയാണ് ഞാനെ അറിയുമ്പോൾ. പിന്നെ ഭഗവാൻ ആ ശുദ്ധമായ ബോധമാണ് നമ്മൾ. ഞാനെന്നുള്ള ചിന്ത കുറഞ്ഞു വരും. അപ്പോഴേ എന്നിലെ അഹം, ഞാനെന്നുള്ള ചിന്ത ഇല്ലാതാകുമ്പോൾ എൻ്റെ മനസ്സിലെ മാലിന്യങ്ങൾ ഇല്ലാതാവും. ഞാനെന്നുള്ള ചിന്ത പലപ്പോഴും ഉണ്ടാകുമ്പോഴാണ് എനിക്ക് ദേഷ്യമുണ്ട്, എനിക്ക് സങ്കടമുണ്ട്, എനിക്ക് അസൂയയുണ്ട്, എനിക്ക് പല ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട്. ഇതെല്ലാം ചേരുമ്പോഴാണ് ഞാനാകുന്നത്. പക്ഷെ ഞാനെന്നുള്ള ഭഗവാനെ അറിയാൻ തുടങ്ങുമ്പോൾ, ആ ശുദ്ധബോധത്തിൽ ലയിക്കാൻ തുടങ്ങുമ്പോൾ, ഞാനെന്നുള്ള ചിന്ത ഇല്ലാതാകുന്നതോടൊപ്പം എൻ്റെ മനസ്സിലെ മാലിന്യങ്ങളും ഇല്ലാതാകും. അസൂയ, സങ്കടം, സന്തോഷം, ഇങ്ങനെയുള്ള എൻ്റെ ഉള്ളിലെ എല്ലാവിധ ഗുണങ്ങളും ആ വൈകാരിക മാലിന്യങ്ങളും ഇല്ലാതാകും. അപ്പോൾ സന്തോഷം തന്നെയാണല്ലോ ഒരു പരിധി കഴിഞ്ഞാൽ അത് സന്താപത്തിലേക്കാണ് നയിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള വൈകാരികമായ എൻ്റേതായ വൈകാരികമായ ആ ഒരു കാര്യങ്ങളൊക്കെ, ആ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഇല്ലാതായി ശുദ്ധബോധമായി തീരും. അതുകൊണ്ടാണ് ഓം നമഃ ശിവായ ജപിച്ചാൽ മനസ്സിലെ മാലിന്യങ്ങൾ മാറുമെന്ന് പറയുന്നത്. ഇനിയും ഓം നമഃ ശിവായ ഇതുപോലെ കിടക്ക വൈകുന്നപാട് ജപിച്ചാൽ ഫലം ഇരട്ടിയാണ്. ഞാനീ പറഞ്ഞ രീതിയിൽ ജപിച്ചാൽ. പിന്നെ സന്ധ്യയ്ക്കും ജപിക്കാം, അതും വളരെ നല്ലതാണ്. അപ്പോൾ ഓം നമഃ ശിവായയുടെ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഓം എന്ന് പറഞ്ഞാൽ അത് ആ പരബ്രഹ്മം തന്നെയാണ്. നമഃശിവായ എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരവും പഞ്ചഭൂതങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഞാൻ ശിവനെ നമിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ശിവനെ അറിഞ്ഞ് നമിക്കുമ്പോൾ, ദിവസവും നമിക്കുമ്പോൾ ഞാൻ ആ ശിവനെ അറിയാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ മനസ്സിലെ മാലിന്യങ്ങൾ മാറി നമ്മുടെ ഉള്ളിൽ ആ ശുദ്ധബോധം നിറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ആ സന്തോഷം ഒരിക്കലും ഇല്ലാതാവുകയില്ല. നമ്മളിപ്പോൾ ഒരു സിനിമ കാണുന്നു, അല്ലെങ്കിൽ നമ്മളൊരു യാത്ര പോകുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഡാൻസ് കാണുന്നു, ഒരു പാട്ട് കേൾക്കുന്നു, ഒക്കെ മനസ്സിന് സന്തോഷത്തിന് വേണ്ടിയാണ്. അതൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ അത് അതുപോലെ ഇല്ലാതാകും. പിന്നെ മനുഷ്യൻ സന്തോഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇങ്ങനെ ഉള്ളിൽ നിന്നറിയുന്ന ഈ ഒരു സന്തോഷം ഒരിക്കലും ഇല്ലാതാകുന്നില്ല. അത് അൾട്ടിമേറ്റ് ആണ്, അത് എവർലാസ്റ്റിംഗ് ആണ്.
അത് അൺകണ്ടീഷണലാണ്, അതെന്നും നിലനിൽക്കുന്നതാണ് ശുദ്ധബോധം. ആ ബോധത്തെയാണ് മഹർഷീശ്വരന്മാരും ഒക്കെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് മറ്റൊന്നിനെയും പുറകെ പോകുന്നത്. മറ്റൊന്നിൽ നിന്ന് കിട്ടുന്നതെല്ലാം നഷ്ടപ്പെടുന്ന സന്തോഷങ്ങളാണ്. ഉള്ളിൽ നിന്ന് കിട്ടുന്ന സന്തോഷം ഒരിക്കലും നഷ്ടപ്പെടാത്തതും ആർക്കും നഷ്ടപ്പെടുത്താൻ പറ്റാത്തതുമായതാണ്. അത് എന്നും നിലനിൽക്കുന്നതാണ്. ആ ശിവനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത്, ശുദ്ധബോധത്തെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞു തരാൻ ഭഗവാനെക്കുറിച്ച് സാധിച്ചതിനും എനിക്ക് ഭഗവാൻ അവസരം നൽകിയതിലും പരമേശ്വരനെ ഞാൻ കോടി 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 പ്രണാമം ഭഗവാന് പറയുന്നു. ഇത്രയും കാര്യം ഭഗവാനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ തുറന്ന മനസ്സോട് ഹൃദയത്തിൽ നിന്ന് ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു തരാൻ പറ്റിയതിൽ ഭഗവാനോട് ഞാൻ നന്ദി പറയുന്നു. ഇത് നിങ്ങൾ അറിയുന്നവർ, കേൾക്കുന്നവർ, ചെയ്യുന്നവർ ഒക്കെ ഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ്, ഒരു സംശയം വേണ്ട. ഇനിയും പറയാൻ പോകുന്നത് ചില രഹസ്യങ്ങളാണ്. നിങ്ങളത് അറിയണം. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ജീവിതത്തിൽ അതുപോലെ ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകണം എന്നൊരു, നമ്മുടെ വീഡിയോ എന്നല്ല എല്ലാവർക്കും ഉണ്ടാകണമെന്ന് എൻ്റെ ആഗ്രഹം. പിന്നെ വീഡിയോ കാണാത്തവർ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുമ്പോഴാണ് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് വീഡിയോ കാണുന്നവർക്ക് എല്ലാ അനുഭവങ്ങളും ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. പിന്നെ നിങ്ങൾ മറ്റുള്ളവർ കൂടെ പറഞ്ഞു കൊടുക്കുക. ഇതിൻ്റെയൊക്കെ പുറകെ നടന്ന് ജീവിതം വെറുതെ കളഞ്ഞാൽ അവസാനം ഈശ്വരൻ ഒന്നിനും ഇടപെടത്തില്ല. നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ തന്നെയായിരിക്കും അനുഭവിക്കുന്നത്. ഈശ്വരൻ നിങ്ങൾക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കഴിവ് തന്നിട്ടുണ്ട്. അതൊക്കെ ആര് പ്രയോജനപ്പെടുത്തുന്നോ, ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുന്നോ അവർക്കായിരിക്കും ജീവിതമുള്ളത്. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ അല്ലെങ്കിൽ ഗുണമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ ഒക്കെ നടന്ന് ജീവിതം കളഞ്ഞാൽ അവനവൻ തന്നെയാണ് അതിന് ഉത്തരവാദി. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ, എൻ്റെ നല്ല ആരുടെയാണ് നല്ല കാര്യങ്ങൾ അറിയുക, നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ആന്തരികമായ ഒരു സന്തോഷം തന്നെ കിട്ടുമ്പോൾ നിങ്ങൾക്കറിയാം ഇതാണ് ശരി, ഇതാണ് ശരി. ഇവിടെ നിങ്ങൾ ആരുടെയും പുറകെ നടക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിലെ ഈശ്വരനെ അറിയേണ്ടത്. പിന്നെ ക്ഷേത്രത്തിൽ പോകണം. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്രത്തിൽ ആ പ്രപഞ്ചശക്തിയുണ്ട്, ആ ഈശ്വരശക്തിയുണ്ട്. അതിനെ വന്ദിക്കുമ്പോൾ, ആ ഈശ്വരനെ വന്ദിക്കുമ്പോൾ നിങ്ങൾക്ക് സദ്ബുദ്ധി ഉണ്ടാകും, ബുദ്ധി തെളിയും. നിങ്ങളുടെ ഓരോ ദിവസവും ആ ഒരു ശക്തിയുടെ, ആ പ്രപഞ്ചശക്തിയുടെ, ഈശ്വരൻ്റെ ആ ഒരു അനുഗ്രഹം കൂടെ ആകുമ്പോൾ വലിയ മാറ്റം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഈശ്വരനെ അറിയുന്നതോടൊപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരനെയും കൂടെ അറിയണം. അപ്പോഴാണ് പരിപൂർണമാകുന്നത്. രണ്ടും വേണം. മനസ്സിലാകുന്നുണ്ടോ? ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ പരിപൂർണമാകുന്നത്. കാരണം ക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പം ആ ക്ഷേത്രത്തിലെ ആ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക രീതിയിൽ അവിടെ ആ ഈശ്വര ചൈതന്യം നിലകൊള്ളുന്ന സ്ഥലമാണ്. ആ ചൈതന്യം നമ്മളിലേക്ക് വ്യാപിക്കും. അതുകൊണ്ടാണ് വിഗ്രഹത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നത്. ഏതൊരു കേന്ദ്രത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ കേന്ദ്രത്തിൽ നിന്ന് ആ ചുറ്റും ചൈതന്യം, ആ ഒരു എനർജി വ്യാപിക്കും. അത് നമ്മളിലേക്ക് പൂർണ്ണമായിട്ട് വരാൻ വേണ്ടിയാണ്. അതും ആവശ്യം തന്നെയാണ്. അതോടൊപ്പം ഉള്ളിൽ കൂടി നിങ്ങൾ ആ എനർജിയെ കണ്ടെത്തുമ്പോഴാണ് ആ നിങ്ങളുടെ ഉള്ളിലും ചുറ്റിലും ആ ഈശ്വരനെ അനുഭവിക്കാൻ പറ്റുന്നത്. ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും ഒരു മന്ത്രം ആവർത്തിച്ചുകൊണ്ടിരിക്കണം. ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, എന്നുവെച്ചാൽ റോഡിൽ കൂടെ നടക്കുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ഒന്നും ചെയ്യരുത്. ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ഒരു മന്ത്രം, അത് ഓം നമഃ ശിവായ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സർവമംഗളമംഗല്യ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓം നമോ നാരായണ ആയിക്കോട്ടെ, ഏതാണെങ്കിലും ഒരു മന്ത്രം ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കണം. അതന്നെ ഈ ഒരു മന്ത്രം ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്നതിൻ്റെ കാര്യം, അതിൻ്റെ രഹസ്യം എന്താണ്, അല്ലെ അതിൻ്റെ കാര്യം എന്താണ്? നമ്മളിപ്പം ശ്രദ്ധിച്ചു കേട്ടോണം. നമ്മളൊരു യാത്ര പോകുന്നു, എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച് എല്ലാം പോകുന്നെന്ന് വിചാരിച്ചു. ഇനി നമ്മളൊരു അപ്രതീക്ഷിതമായിട്ടൊരു യാത്ര പോകുന്നു, മുൻകൂട്ടി നിശ്ചയിക്കാതെ. ഈ രണ്ട് യാത്രകളും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായ പോയ യാത്രയിലായിരിക്കും മനസ്സിനൊരു കൂടുതൽ ഒരു അനുഭവങ്ങൾ ഉണ്ടാകുന്നത്, മനസ്സിന് കൂടുതൽ ഒരു സന്തോഷം ഉണ്ടാകുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച് പോയ യാത്രയേക്കാൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായി പോകുന്ന യാത്രയിലായിരിക്കും കൂടുതൽ സന്തോഷം മനസ്സിലുണ്ടാകുന്നത്. അതിൻ്റെ കാരണം എന്നാണെന്നറിയോ? മനസ്സെപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന അനുഭവങ്ങളെ, ആ എക്സൈറ്റ്മെൻറ്റിലാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ പെട്ടെന്ന് എത്തുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ആ ഒരു കൗതുകങ്ങളെ, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു അനുഭവങ്ങളെ, പുതിയ കാര്യങ്ങളെ, പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഒരു കാര്യം കണക്കൂട്ടി ചെയ്യുമ്പോൾ അനലറ്റിക് മൈൻഡാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു കൗതുകം, ഒരു എക്സൈറ്റ്മെൻറ്റ്, അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പെട്ടെന്ന് ചൊല്ലും. അതുകൊണ്ടാണ്
നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇരിക്കുമ്പം ഒരു മന്ത്രം ജപിക്കുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തും. കാരണം അതൊരു പുതിയ അനുഭവമാണ്, മനസ്സിനൊരു പുതിയ എക്സൈറ്റ്മെൻറ്റാണ്. നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച് ചെയ്താൽ അത് നമ്മുടെ അനലിറ്റിക് മൈൻഡിൽ തന്നെ, അനലിറ്റിക് മൈൻഡിൽ നിന്ന് ചിലപ്പം സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകണമെന്നില്ല. അതൊരു കാൽക്കുലേഷനാണ് മുൻകൂട്ടി ചെയ്യുന്നത്. ഇന്ന് അൺഎക്സ്പെക്റ്റഡായിട്ട് ചെയ്യുമ്പം അതൊരു പുതിയ അനുഭവമാണ്. അൺഎക്സ്പെക്റ്റഡായിട്ടൊരു കാര്യം ചെയ്യുമ്പോഴും അതൊരു പുതിയ അനുഭവമാണ്. ഈ പുതിയ അനുഭവങ്ങളെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും അക്സെപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് അന്ന് വരെ ചെയ്യാത്ത, ഇപ്പം പുതിയൊരു വണ്ടി ഓടിക്കുന്നു അല്ലെങ്കിൽ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അപ്പോഴൊക്കെയാണ് നമ്മുടെ മനസ്സ് കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആകുന്നത്. അതൊക്കെയാണ് സബ് കോൺഷ്യസ് മൈൻഡിന് പുതിയ അനുഭവങ്ങളാണ് സബ് കോൺഷ്യസ് മൈൻഡ് സ്വീകരിക്കുന്നത് പെട്ടെന്ന്. സബ് കോൺഷ്യസ് മൈൻഡ് തന്നെയാണ് ഈശ്വരൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ, സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഒരു മന്ത്രം ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുക. പെട്ടെന്ന് ആ മന്ത്രം നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തും. മറ്റേത് നിങ്ങൾ ഒരു കറക്റ്റ്, ഇപ്പം നിങ്ങളൊരു നിശ്ചയിച്ച ഒരു സമയത്താണ് ചെയ്യുന്നെങ്കിൽ അത് അനലറ്റിക് മൈൻഡ് വർഷങ്ങളോളം അനലറ്റിക് മൈൻഡിൽ തന്നെ അത് ആ മന്ത്രം അല്ലെ ആ ഒരു ബോധം, ആ ഒരു ചിന്ത കിടക്കും. അനലറ്റിക് മൈൻഡ് അങ്ങോട്ട് താഴോട്ട് ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് കടത്തി വരണമെന്നില്ല, അത് സമയമെടുക്കും. പക്ഷേ നമ്മൾ അൺഎക്സ്പെക്റ്റഡായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പം ഈ ഒരു മന്ത്രം തന്നെ ജപിച്ചാൽ അത് പെട്ടെന്നൊരു അപ്രതീക്ഷിതമായൊരു അനുഭവമാണ്. നമ്മൾ പലപ്പോഴും ഈ സ്വപ്നം കാണാറുണ്ടല്ലോ, സ്വപ്നം കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് കണ്ടുപോകുന്ന കാര്യങ്ങളാണ്. കാരണം അത് പെട്ടെന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തും. അതുകൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഓരോ തവണ മനസ്സിൽ ഏതെങ്കിലും ഒരു മന്ത്രം ഇങ്ങനെ, അത് ഒരു ദിവസം ചെയ്തുകൊണ്ടല്ല, പല ദിവസവും ആകുമ്പോൾ നിങ്ങൾക്ക് മാറ്റം വരും. നിങ്ങളുടെ മൈൻഡിലേക്ക് ആ ഈശ്വരബോധം, ആ ഈശ്വരൻ്റെ ശക്തി, അനുഗ്രഹം ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കടന്നു വരും. നിങ്ങളുടെ ഉള്ളിലാണ് എല്ലാ ശക്തിയും കൂടിയുള്ളത്. അതറിയുക. അതറിഞ്ഞവരാണ് ക്രിയാബാബാജി ആണേലും അതുപോലെ അഗസ്ത്യമുനി ആണേലും മഹർഷീശ്വരന്മാരാണേലും ഉള്ളിലുള്ള ആ ബോധത്തെ, ശക്തി അറിഞ്ഞവരാണ്. അത് മനസ്സിലാക്കുക. അതിന് നിരവധി മാർഗങ്ങളുണ്ട്. പല ഗുരുക്കന്മാരും പല മെത്തേഡുകളുമുണ്ട്. അത് നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക. അത് ജീവിതം മാറ്റും. ഇനിയും രണ്ടാമത് പറയുന്ന കാര്യം, നമുക്ക് ഇപ്പം നമ്മളൊരു സിനിമ കാണുന്നു. ഈ സിനിമ കാണുമ്പോൾ നമുക്കറിയാം സിനിമ അഭിനയമാണ് എന്നറിയാം. എങ്കിലും ചില സീൻസ് വരുമ്പോൾ ചിലപ്പം കരഞ്ഞു പോകും. എന്തുകൊണ്ടാണെന്നറിയോ? സബ് കോൺഷ്യസ് മൈൻഡിന് ഇത് ഈ വേർതിരിച്ചറിയാനുള്ള, സത്യവും അല്ലാത്തതും വേർതിരിച്ച്, റിയലും അല്ലാത്തതും വേർതിരിച്ചറിയാനുള്ള ഒരു കഴിവില്ല. സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ ഫീലിങ്സ് ചെല്ലുന്നു കഴിയുമ്പം നമ്മൾ കരഞ്ഞു പോകും. ചിലപ്പം സിനിമയാണ്, അഭിനയമാണ് അറിഞ്ഞാൽ പോലും കരഞ്ഞു പോകും. കാരണം സബ് കോൺഷ്യസ് മൈൻഡിന് ഈ വേർതിരിച്ചറിയാനുള്ള കഴിവില്ല. യാഥാർത്ഥ്യമായതും അല്ലാത്തതും വേർതിരിച്ചറിയാനുള്ള കഴിവില്ല. ആ ഫീലിങ്സ് ആണ് സബ് കോൺഷ്യസ് മൈൻഡിന്, ആ ഫീലിങ്സിനെ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ഒരാളെ ചീത്ത പറയുന്നു, നിങ്ങൾ ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നു, ഇത് അയാളെക്കുറിച്ച് പറയുന്ന കാര്യമാണെങ്കിൽ പോലും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഇത് അത് ആ വികാരത്തെയാണ് സ്വീകരിക്കുന്നത്. അത് നിങ്ങളുടെ ഉള്ളിലേക്കാണ് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെയാണ് മോശമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകാൻ പോകുന്നത്, അല്ലാതെ അയാൾക്കല്ല. കാരണം ഈ വികാരം, നിങ്ങളൊരാളെ ചീത്ത പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെക്കുറിച്ച് മോശം പറയുമ്പോൾ അതൊരു വികാരം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ആ വികാരത്തെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് സ്വീകരിക്കുന്നത്. നിങ്ങൾക്കാണ് അതുകൊണ്ട് ദോഷം വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മഹർഷീശ്വരന്മാരും ആചാര്യന്മാരും ഒക്കെ പറഞ്ഞിരിക്കുന്നത്, മറ്റുള്ളവരെ ദൂഷിക്കരുത്, മറ്റുള്ളവരെ കളിയാക്കരുത്, ഇത് നല്ലത് ചിന്തിക്കാവും, നല്ലത് പ്രവർത്തിക്കുക. അതുകൊണ്ട് ആർക്കാ ഗുണം ഉണ്ടാകുന്നത്? അവനവന് തന്നെയാണ്. നമ്മളപ്പം സത്യസന്ധമായിട്ട് നല്ലൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു ഫീലിങ്സ് ഉണ്ടാകും. ആ ഫീലിങ്സ് അതും നമ്മുടെ ഉള്ളിലേക്കാണ് പോകുന്നത്. ആ നമ്മുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മൾ നല്ല ഗുണങ്ങൾ ഉണ്ടായി വരും. നമ്മൾ മറ്റുള്ളവരെ കളിയാക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ചീത്ത പറയുക, മറ്റുള്ളവരെ കുറിച്ച് മോശം പറയുക, ആ ഫീലിങ്സും ഈ സബ് കോൺഷ്യസ് മൈൻഡിന് ഇതൊന്നും അറിയത്തില്ല. ആ ഫീലിങ്സും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ദോഷവശങ്ങളും ഉണ്ടായി വരും. അതുകൊണ്ടാണ് ഈ നല്ലത് ചിന്തിക്കുക, നല്ലത് പറയുക, ഈശ്വരീയമായ കാര്യങ്ങൾ ചിന്തിക്കുക, മറ്റുള്ളവരെ ദൂഷിക്കാതിരിക്കുക. ഞാൻ എപ്പോഴും പറയും, വ്രതം എടുക്കുമ്പോൾ ആരെയും ദൂഷിക്കരുതെന്ന് പറയുന്നൊരു രഹസ്യം ഇതാണ്. കാരണം ഫലം കിട്ടത്തില്ല. അപ്പം മറ്റുള്ളവരെ ദൂഷിക്കാതിരിക്കുക, മറ്റുള്ളവരെ ചീത്ത പറയാതിരിക്കുക, മറ്റുള്ളവരെ കുറിച്ച് മോശം പറയാതിരിക്കുക, മോശം ചിന്തിക്കാതിരിക്കുക, നല്ലത് ചിന്തിക്കുക. അപ്പോൾ നല്ലത് ചിന്തിക്കുമ്പോൾ നല്ലത് മാത്രം നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരും. അതും ഒരു പ്രാർത്ഥനയാണ്, നല്ലത് ചിന്തിക്കുക എന്നുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം, നമുക്കൊരു തെറ്റ് പറ്റിയാൽ നമ്മളത് അംഗീകരിക്കുക. അംഗീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ മനസ്സിലെ ഈശ്വരീയമായ ശക്തി വർദ്ധിച്ചു വരും. ഈ മഹാന്മാരെല്ലാം അവർക്കൊക്കെ ഒരു തെറ്റ് പറ്റി അവരത് അംഗീകരിക്കും, എന്നിട്ടത് തിരുത്തും.
അപ്പോൾ നമ്മളൊരു തെറ്റ് അംഗീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഈശ്വരീയമായ ശക്തി ഉണരും, കൂടുതലും പവർഫുള്ളാകും. നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. നമ്മുടെ ഭാഗത്തൊരു തെറ്റുണ്ടെങ്കിൽ എനിക്ക് തെറ്റ് പറ്റി, അതിനെ അംഗീകരിച്ചിട്ട് നിങ്ങളൊന്ന് പ്രവർത്തിച്ച് നോക്കിക്കേ, നിങ്ങളുടെ മനഃശക്തി കൂടി വരും. അതും ഒരു പ്രാർത്ഥനയാണ് ഈശ്വരനോടുള്ളത്. ഇപ്പം ഈശ്വരനോടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. അല്ലാതെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ മനസ്സിനെ അറിയുന്ന, നിങ്ങളുടെ ബോധത്തെ അറിയുന്ന ആ കാര്യങ്ങളെല്ലാം ഈശ്വരീയമായ കാര്യങ്ങളാണ്. അപ്പോൾ തെറ്റ് പറ്റിയാൽ അതിനെ സമ്മതിക്കുക, അംഗീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. അവിടെ നിന്നോട്ട് ജീവിതം മാറി. കാരണം നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മാറാൻ തുടങ്ങി. നമ്മുടെ ഉള്ളിലെ ആ ഒരു ബോധം, ഈശ്വരീയമായ ഒരു ശക്തി, നമ്മൾ റൈറ്റ് പേഴ്സൺ ആണ് എന്നുള്ളൊരു ബോധം നമ്മളിൽ ഉണ്ടായി വരും. നമ്മൾ ആ ഒരു ജെനുവിനാണ് എന്ന് തന്നെ നമുക്കൊരു മനസ്സ് ചിന്ത ഉണ്ടാകും. ആ ഒരു വിശ്വാസമാണ് നമ്മളെ കൂടുതൽ മനഃശക്തിയോട് പ്രവർത്തിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ തെറ്റുകൾ പറ്റിയാൽ അതിനെ അംഗീകരിക്കുക, തിരുത്തുക. അതും ഒരു ഈശ്വരീയമായ കാര്യം തന്നെയാണ്. ഇനിയും ചില ആളുകളുണ്ട്, ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, ജീവിതത്തിൽ വലിയ ഉയർച്ചയില്ലാത്ത പല ആളുകളും അവരൊരു തെറ്റ് അംഗീകരിക്കത്തില്ല. അവരത് തർക്കിക്കും, മറ്റുള്ളവരുടെ കുറ്റം കൊണ്ടാണ്. അങ്ങനെയുള്ളവരൊന്നും ജീവിതത്തിൽ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയോ. നമുക്കൊരു തെറ്റ് പറ്റിയല്ലെന്ന് അതിനെ അംഗീകരിക്കുക, എൻ്റെ ഭാഗത്തെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് തെറ്റ് തിരുത്താൻ ശ്രമിക്കുക. ഉറപ്പായിട്ടും ആ വ്യക്തി രക്ഷപ്പെട്ടിരിക്കും. അപ്പോഴാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ശരിക്കും ആക്റ്റീവ് ആകുന്നത്. തെറ്റിനെ നമ്മൾ തർക്കിച്ച് വേറൊരാളുടെ തലയെ വെക്കുമ്പം തോറും നമ്മൾ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. ചെയ്തു നോക്കിയോ, കൃത്യമാണ്. ഈശ്വര്യമായ ഒരു കാര്യം തന്നെയാണത്, അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതൊക്കെ അറിയുമ്പോഴാണ് ഈശ്വരനെ അറിയുന്നത്. അല്ലെ ശരിയായുള്ള ആത്മീയത എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇനിയും ചില ആളുകളുണ്ട്, അവർ ഇപ്പം പഴയ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അയ്യോ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ആ നഷ്ടം വരത്തില്ലായിരുന്നു, ഞാൻ അവിടെ പോയില്ലായിരുന്നെങ്കിൽ എനിക്കത് സംഭവിക്കത്തില്ലായിരുന്നു. ഇങ്ങനെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കും. ഞാൻ അത് പഠിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ആയേനെ, എനിക്ക് ആ ബുദ്ധി തോന്നിയില്ലല്ലോ. കാരണം ഒരു കാര്യമില്ല, കാരണം എല്ലാം കഴിഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുക. അങ്ങനെ ഞാനത് ആ പരീക്ഷ എഴുതിയിരുന്നെങ്കിൽ ഞാൻ വിജയിച്ചേനെ, അല്ല ആ കോഴ്സിൽ പോയിരുന്നാൽ ഞാൻ വിജയിച്ചേനെ. പക്ഷെ ഇപ്പം പോയിട്ടുമില്ല. അത് കഴിഞ്ഞ കാര്യങ്ങളാണ്, ഒരു കാര്യമില്ല. അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഞാനൊരു നല്ല വീട്ടിൽ ജനിച്ചിരുന്നെങ്കിൽ, അല്ല ഞാൻ ആ പരീക്ഷ എഴുതിയിരുന്നെങ്കിൽ, അല്ല ഞാൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ, അല്ല ഞാനത് പഠിച്ചിരുന്നെങ്കിൽ, ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ, എങ്കിൽ എന്ന് പറഞ്ഞു നടക്കുന്ന ചില ആളുകളുണ്ട്. അതാദ്യം നിർത്തണം. അങ്ങനെ ഉണ്ടെങ്കിൽ അതാദ്യം നിർത്തണം. നമ്മളിപ്പോൾ എന്താണോ നമ്മളെ അംഗീകരിക്കുക. ഇപ്പോഴെന്താണോ അതിനെ അംഗീകരിക്കുക. അതിനെ അംഗീകരിക്കുമ്പോൾ ആണ് നമ്മളെ അറിയാൻ തുടങ്ങുന്നത്. അപ്പം തൊട്ടാണ് നമ്മളുടെ ആ ശുദ്ധബോധം, നമ്മുടെ ആ ശരിയായ ഒരു ഇൻ്റലിജൻസ് ഒക്കെ പ്രവർത്തിച്ചു തുടങ്ങും. അപ്പം നമുക്ക് മാറ്റം വരും. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഒക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിലല്ല, നമ്മൾ കഴിഞ്ഞ കാലത്തിലും ഭാവി കാലത്തിലും ഒക്കെ മനസ്സിങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കും. ആ മനസ്സ് പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇപ്പോഴെങ്ങനാണോ ആ രീതിയിൽ നമ്മളെ അംഗീകരിക്കുമ്പോഴാണ് നമുക്ക് മൈൻഡ്ഫുൾനെസ് ഉണ്ടാകുന്നത്. നമ്മുടെ മൈൻഡ് പ്രസൻറ്റ് മൊമെൻറ്റ് വരുന്നത്. അപ്പോഴാണ് നമ്മുടെ മൈൻഡിന് ശക്തി ഉണ്ടാകുന്നത്. ആ മനസ്സിനെ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ, ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു ആളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് ജീവിതം, അതൊക്കെ അങ്ങനൊന്നും പറയരുത്. ഇപ്പോൾ എന്താണോ അതിനെ അംഗീകരിക്കുക, എന്നിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. അവിടെ തൊട്ട് ജീവിതം മാറി. ഇതും ഈശ്വരീയമായ കാര്യം തന്നെയാണ്, അറിയേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞു തന്നത്. അവസാനമായിട്ട് പറയുന്ന ഒരു കാര്യം, ഏറ്റവും വലിയ ഈശ്വരനുള്ള പ്രാർത്ഥനകളിൽ ഒന്നാണ് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അത് വലിയ കാര്യമാണോ? ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളത് ചെയ്ത് നോക്കുക. ഇപ്പം നമ്മളൊരാളോട് ദേഷ്യപ്പെടും, ഒന്ന് ദേഷ്യപ്പെട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു വികാരം ഉണ്ടാകും. എന്നാൽ നമ്മളോട് ഒരാൾ തെറ്റ് ചെയ്തു, അവരോടൊന്ന് ക്ഷമിച്ച് നോക്കുക. അപ്പം നമ്മുടെ മനസ്സിലൊരു ഫീലിങ്സ് ഉണ്ടാകും. ഇതിലേത് ഫീലിങ്സാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്നത്, നിങ്ങൾക്ക് കൂടുതൽ സുഖം പകരുന്നത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ക്ഷമിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഫീലിങ്സ് ഉണ്ട്, അതാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്നത്. നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്നതാണ് നിങ്ങളുടെ ആ ഈശ്വരീയമായ ആ ബോധത്തെ ഉണർത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഇപ്പം ഞാൻ രാവിലെ ഇപ്പോൾ ഒരു കടയിൽ പോയി ഒരു ചായ കുടിച്ചു. ഞാൻ വിത്തൗട്ടാണ്. പക്ഷെ അവരോട് ഞാൻ വിത്തൗട്ടത് വ്യക്തമായിട്ട് പറഞ്ഞെങ്കിൽ എനിക്ക് നല്ല മധുരം ഇട്ടാകുന്ന. സത്യം പറഞ്ഞാൽ എനിക്ക് ആ സപ്ലൈറോട് ചിലപ്പം വേണമെങ്കിൽ ചൂടാകാം, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരാം. ഞാൻ ഇത്രേ ചിന്തിച്ചുള്ളൂ, മനുഷ്യനാ തെറ്റുപറ്റാം.
കുഴപ്പമില്ല. ഞാനങ്ങ് ക്ഷമിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കത് പറ്റുവാണെങ്കിൽ ഒന്ന് മാറ്റിത്തരിക. സന്തോഷത്തോടെ പറഞ്ഞ് പുള്ളി മാറ്റിത്തന്നു. അപ്പം ഞാൻ ആ ക്ഷമിച്ചപ്പോൾ എനിക്ക് മനസ്സിനൊരു സുഖം കിട്ടി. ഇങ്ങനെ നിങ്ങൾ ഓരോ കാര്യവും പക്ഷേ അത് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾ ക്ഷമിക്കുക, അതോടൊപ്പം ഇന്നതല്ല ഇന്നതാണെന്ന് കാരണം അവർക്ക് ആ തെറ്റ് പിന്നീട് പറ്റരുത്. പക്ഷെ നമ്മളവരോട് ദേഷ്യപ്പെട്ട് തട്ടിക്കയറിക്കൊണ്ട് ചെല്ലരുത്. നമ്മൾ ക്ഷമിക്കുക. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഒന്ന് ക്ഷമിച്ച് നോക്കിക്കുക. നമ്മുടെ ആ ഉള്ളിൽ വല്ലാത്ത സമാധാനം ഉണ്ടാകും. അങ്ങനെ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിലെ ആ ഈശ്വരബോധമായിട്ട് ആ ഈശ്വരബോധത്തിലേക്ക് നമ്മളുടെ ആ മനസ്സിറങ്ങി ചെല്ലുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ആചാര്യന്മാരാണെങ്കിലും ഋഷീശ്വരന്മാരാണെങ്കിലും ഒക്കെ പറയുന്നത് ഇപ്പം എല്ലാവരോടും ക്ഷമിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം. ഗാന്ധിജിയുടെ ഏറ്റവും വലിയ ശക്തി അതായിരുന്നു, മനഃശക്തി. അദ്ദേഹത്തിന് ക്ഷമിക്കാനുള്ള കഴിവായിരുന്നു. വലിയ മനഃശക്തിയാണ്, അതായത് ഈശ്വരീയമായ മനഃശക്തിയാണ്. സാധാരണയെക്കാട്ടിൽ അതീതമായ ഒരു മനഃശക്തിയാണ് അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഈ ക്ഷമിക്കുക എന്നുള്ളതും പ്രാർത്ഥന പോലെ തന്നെ, അമ്പലത്തിൽ പോകുന്ന പോലെ തന്നെ ഈശ്വരീയമായ ഒരു കാര്യമാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ ചില അഭിപ്രായങ്ങളും അറിവുകളും പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെ തള്ളിക്കളയുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോ.